പ്രഥമ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. രാഷ്ട്രത്തെ അഭിസംബോധന നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാനിർഭരവും ഉത്തരവാദിത്തപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുവാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്യം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങിയത് അല്ലേ. ആദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള കുറേ നടപടികൾ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അന്ന് ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പല പല കാര്യങ്ങളും നമ്മൾ ആധുനിക സമൂഹത്തിന് ചിന്തിക്കാനായിട്ട് ആവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. അപ്പം അന്നൊക്കെ ഈ സ്വാതന്ത്ര്യാനന്തരം ഒരു ജനാധിപത്യം വേണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ. ദേശീയ പ്രസ്ഥാനം വേണമെന്നൊക്കെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്ത് വാഗ്ദാനങ്ങളാണ് കൂടുതൽ നൽകിയിരുന്നത്? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നത്, അതുപോലെ തന്നെ ലക്ഷ്യപ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ തുടക്കമല്ലേ, ഭരണഘടന വരുന്നതിന് മുമ്പുള്ള തുടക്ക ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പോൾ നമുക്ക് നോക്കാം ലക്ഷ്യപ്രമേയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും ഇതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ് പറയുന്നത്? ഒരു പരമാധികാര റിപ്പബ്ലിക്കായിട്ട് മാറുവാനും ഒരു ഭരണഘടന തയ്യാറാക്കണമെന്നും പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറായുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മളെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ്റെ യൂണിയൻ ഭാഗമായി തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒക്കെ എന്തായിരിക്കും? ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ അങ്ങനെ രൂപീകരിക്കുന്നു പറഞ്ഞു അല്ലേ. നമ്മൾ പണ്ടത്തെ ബ്രിട്ടീഷ് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയിലുണ്ടായിരുന്ന കുറച്ച് ബ്രിട്ടീഷുകാരുടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ എനിക്ക് പുറത്തേക്കുള്ള മറ്റു ഭാഗങ്ങളുണ്ടായിരുന്നു. എന്നിവയൊക്കെ കൂട്ടിയിട്ട് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുകയാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അപ്പോൾ എന്താണ് പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇല്ലാത്ത കുറേ അധികാരങ്ങളും ചുമതലകളും ആർക്ക് നൽകപ്പെടും? ഈ ഇന്ത്യൻ യൂണിയനിൽ ലഭിക്കും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ആരിൽ നിന്നായിരിക്കും? ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. നിയമത്തിന് മുമ്പിലുള്ള സമത്വം, മൗലിക അവകാശങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഉറപ്പാക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധന, പഴയ ആൾക്കാർക്ക് എന്താണ് അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനോ സഞ്ചരിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും, അതുപോലെ തന്നെ വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനം എന്നിങ്ങനെ എല്ലാ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. അപ്പോൾ എന്നാണ് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്? 1946 ഡിസംബർ 13-ന് 1946 ഡിസംബർ 13-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്? എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്? 1946 ഡിസംബർ 13-ന്. ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലക്ഷ്യപ്രമേയം എന്താണെന്ന് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ടുള്ള ആമുഖത്തെക്കുറിച്ച് നോക്കാം. ആമുഖം എന്ന് പറയുന്നത് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറേ പോയിന്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആമുഖത്തിൽ പറയുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ആമുഖത്തിൽ ഫസ്റ്റ് വരുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറയുന്ന വാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഭാരതത്തെ എന്താണ് ആയിട്ട് മാറ്റുന്നത്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറ്റുന്നു. എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറ്റുന്നു. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനൊരു കോഡ് ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. പസോമ ജെറി എന്താണ് പറയുന്നത്? പസോമ ജെറി എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓർഡർ കിട്ടും. പാന്ന് വെച്ചാൽ എന്താണ്? പരമാധികാര. സോ എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിതി സമത്വ. പരമാധികാര, സ്ഥിതി സമത്വ. മാന്ന് വെച്ചാൽ മതേതര, ജാ വെച്ചാൽ ജനാധിപത്യ, റീ എന്ന് വെച്ചാൽ എന്താണ്? റിപ്പബ്ലിക്. അപ്പോൾ പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി എന്ന് പറയുമ്പോൾ ഏതാണ് കോഡ് വരുന്നത്? പസോമ ജെറി. അപ്പോൾ എന്താണ്? സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും. എന്താണ് പറയുന്നത്? നീതിയിലെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിനും സമത്വവും ഉറപ്പാക്കുന്നുണ്ട് അല്ലേ? അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് ചോദിക്കാം. എന്താണ്? 1949 നവംബർ 26 1949 നവംബർ 26 എന്ത് പറയുന്നത്? ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എത്ര പ്രാവശ്യം ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ തവണയാണല്ലേ ഭേദഗതി ചെയ്തേക്കുന്നത്. എന്നാണ്? 1976 42 ഭേദഗതിയിലെ 1976 42 ഭേദഗതി പ്രകാരം എന്തൊക്കെയോ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്? അഖണ്ഡത. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് അഖണ്ഡത എന്ന് പറയുന്നത്. അപ്പോൾ അഖണ്ഡത കൂടിച്ചേർത്തത് ഏത് ഭേദഗതിയാണ്? 1976 42 ഭേദഗതിയിലാണ്. അതുപോലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്താണ് വന്നത്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ് നൽകിയിട്ടുണ്ടായിരുന്നത്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്തെന്ന് കൊടുത്തു? അഖണ്ഡത അല്ലേ? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം എന്താണ്? അഖണ്ഡത എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെയാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇന്ന് എന്തൊക്കെയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പം എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നാണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് 1946 ഡിസംബർ 6 മുതൽ 1946 ഡിസംബർ 9 മുതൽ എത്ര വരെയാണ് പറയുന്നത്? 1946 ഡിസംബർ 6 രൂപീകരിച്ചത്. ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 അപ്പോൾ എത്ര നാൾ ഒരു ഭരണഘടന നിർമ്മാണ സഭ വരുന്നതിന് വേണ്ടി, ഒരു ഭരണഘടന വരുന്നതിന് വേണ്ടി എത്ര നാളെടുത്തു എന്ന് PSC ചോദിക്കാറുണ്ട്. ഏതാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവും. 2 വർഷവും 11 മാസവും 17 ദിവസവും. ഒക്കെയാണല്ലോ. 1949 നവംബർ 26 അംഗീകരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1949 നവംബർ 26 അംഗീകരിച്ച നിയമമാക്കി. നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? 22 ഭാഗങ്ങളുണ്ടായിരുന്നു. 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രയാണ് പറയുന്നത്? 395 വകുപ്പ്, 22 പാർട്ട്, 8 പട്ടിക. 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകൾ.
1949 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായിട്ട് തുടരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണ്? 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. 1946 ഡിസംബർ 9-നാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. എത്ര നാൾ നീണ്ടു നിന്നു? 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടു നിന്നു. ഇനി എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് എന്നാണ്? 1949 നവംബർ 26-നാണ് അല്ലേ? അപ്പോൾ നവംബർ 26-നാണ് എന്ത്? ദേശീയ ഭരണ ദിനം അല്ലെങ്കിൽ നിയമദിനം എന്ന് പറയുന്നത്. ഇനി എത്ര പട്ടികകളും വകുപ്പുകളും ഉണ്ടായിരുന്നു? 395 വകുപ്പുകളും 22 പാർട്ടുകൾ അല്ലേ, 22 ഭാഗങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. റിപ്പബ്ലിക്കായി മാറിയ ദിവസം അല്ലേ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ